ചെമ്പനി പൂ സീരിയലിന്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ശ്രീകാന്തിനെ വീട്ടിലേക്ക് തിരികെ കൊണ്ടുവരുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് ചന്ദ്രമതി പറയുന്നുണ്ട്. രേവതിയും അതിന് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയാണ്. അവരെ തിരിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അച്ഛനെ കുറിച്ച് എല്ലാവരും നല്ലത് മാത്രമേ പറയൂ എന്നൊക്കെ പറയണേ. അങ്ങനെ രേവതി പറയുന്നത് വളരെ കറക്റ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് രേവതിയെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ചന്ദ്രമതി സംസാരിക്കുന്ന രംഗം വരെയായിരുന്നു നമ്മൾ ഇന്നലെ കണ്ടിട്ടുണ്ടായിരുന്നത്. ആ വിശേഷങ്ങൾ കേൾക്കാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അതിന്റെ ലിങ്ക് ഐക്കാർട്ടിലും അതുപോലെ പിൻ കമന്റ് ആയിട്ടും കൊടുത്തേക്കാട്ടോ. ബാക്കി വിശേഷങ്ങളിലേക്ക് കടക്കാം. തുടർന്ന് സച്ചി പറയുന്നുണ്ട് കേട്ടോ, അച്ഛ ഈ 3 പെണ്ണുങ്ങളും കൂടി ചേർന്നിട്ട് അച്ഛന്റെ തലയിൽ മസാല തേക്കാൻ വേണ്ടി നോക്കുവാണ്. അച്ഛൻ ഇതിനകത്തൊന്നും വീഴരുത്, ഓടിപ്പോയ അവന് ഒരിക്കലും തിരികെ കൊണ്ടുവരുത് ഈ വീട്ടിലേക്ക്. ഇത് കേൾക്കുമ്പോൾ രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടാ അത് സച്ചിയേട്ടനല്ല തീരുമാനിക്കേണ്ടത്, ഈ വീട്ടിന്റെ മുതിർന്ന ആള് അച്ഛനാണ് അതിനെക്കുറിച്ച് തീരുമാനം എടുക്കേണ്ടത്. സച്ചിയേട്ടൻ കുറച്ചു നേരം സമാധാനമായിട്ടിരിക്കേ. അത് ശരിയാ, അച്ഛൻ പാവമാണ്, അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും കൂടി ചേർന്നിട്ട് അച്ഛനെ സോപ്പിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ അതിനകത്ത് വീഴും. ഇങ്ങനെ ചെയ്തിട്ടാണല്ലോ അവരെല്ലാവരും കൂടി ചേർന്നിട്ട് അച്ഛനെ പറ്റിച്ചിരിക്കുന്നത്. എന്നിട്ട് ചന്ദ്രമതിയെ മുഖത്തേക്ക് നോക്കുന്നുണ്ടേ. അത് നീ എന്തിനാടാ എന്നെ നോക്കി പറയുന്നത്? ഞാൻ പൊതുവായി പറഞ്ഞു, അത്രേ ഉള്ളൂ. തുടർന്ന് സച്ചി വീണ്ടും രവീന്റെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ, അച്ഛ ഇവരുടെ സംസാരം ഒന്നും കേൾക്കരുത്. അവർ രണ്ടുപേരും ഈ വീട്ടിലേക്ക് കൊണ്ടുവരുന്നതും പെരിച്ചായിയെ കയറ്റിവിടുന്നതും ഒരുപോലെയാണ്. വീട് നശിച്ചു പോകും. അതുമാത്രമാണോ, ആ മധുസൂദനൻ അച്ഛൻ സ്വത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തെന്നുള്ള കാര്യം പറഞ്ഞില്ലേ, അത് സത്യമായി പോയില്ല അച്ഛാ. ഇതൊക്കെ കേൾക്കുമ്പോ ചന്ദ്രമതി പറയുന്നുണ്ട്, നോക്ക് രവേട്ട, ഇവന്റെ സംസാരമൊന്നും നിങ്ങൾ കേൾക്കാൻ നിൽക്കരുത്. ഈ അഭിമാനവും കാര്യങ്ങളൊക്കെ കൈ പിടിച്ചുകൊണ്ടിരുന്നിട്ട് നമ്മൾ എന്താ നേടാൻ വേണ്ടി പോകുന്നത്? എനിക്ക് എന്റെ മകനാണ് വലുത്. തുടർന്ന് രവി പറയുന്നുണ്ട്, ചന്ദ്രേ സച്ചി പറയുന്നത് തന്നെയാണ് ശരി. നീ പറയുന്നത് പോലെ ശ്രീകാന്തിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാല് ആ മധുസൂദനൻ പറയുമല്ലോ, അവരുടെ സ്വത്ത് കണ്ടിട്ടാണ് ശ്രീകാന്തിനെ അവളുടെ പിറകെ വിട്ട് എന്നുള്ള കാര്യം, അത് സത്യമാണെന്നുള്ള കാര്യം അയാള് ഈ നാട് മുഴുവൻ സംസാരിക്കും. തുടർന്ന് രേവതി പറയുന്നുണ്ട്, എന്റെ കല്യാണ സമയത്ത് നിങ്ങളുടെ മൂത്ത മകൻ ഓടിപ്പോയി, ഞാനും എന്റെ കുടുംബവും പെരുവഴിയിലായിട്ട് കരഞ്ഞോണ്ടിരിക്കുമ്പോ ആ സമയത്ത് എന്നെ സച്ചേട്ടനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചപ്പോ ഈ നാട്ടിലുള്ള ആരും അച്ഛനെ കുറിച്ച് മോശമായിട്ട് പറഞ്ഞില്ലല്ലോ. എല്ലാവരും അച്ഛന്റെ നന്മയെക്കുറിച്ച് മാത്രമാണ് സംസാരിച്ചത്. അച്ഛന്റെ മനസ്സെന്താന്നുള്ള കാര്യം ഈ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം. അച്ഛന്റെ പണം എടുത്തു പോയ ആളോട് വരെ അച്ഛൻ ക്ഷമിച്ചു. ശ്രീകാന്ത് ഇഷ്ടപ്പെട്ട പെണ്ണിനെയല്ലേ കല്യാണം കഴിച്ചത്, അത്രയല്ലേ ഉള്ളൂ അച്ഛാ. അവരോട് അച്ഛൻ ക്ഷമിക്കണം. അങ്ങനെ രേവതി ശ്രീകാന്തിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണല്ലോ സംസാരിക്കുന്നത് രവിയുടെ അടുത്ത്. അത് കേൾക്കുമ്പോൾ രേവതിയോ ഭയങ്കര സന്തോഷമൊക്കെ ആവുന്നുണ്ട് കേട്ടോ ചന്ദ്രമതിക്ക്. പക്ഷെ ഇത് കേൾക്കുമ്പോൾ സച്ചി പറയുന്നത്, നീ എന്താ അമ്മേനെ പോലെ സംസാരിക്കുന്നത്? അല്ല, നീ എന്തിനിപ്പോ അവരെ കുറിച്ച് സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ സംസാരിക്കേണ്ട ആവശ്യം? അച്ഛാ വേണ്ട അച്ഛാ, അവരെ ഇങ്ങോട്ട് കൊണ്ടുവരരുത്. തുടർന്ന് ചന്ദ്രമതി പറയുന്നത്, എന്തായാലും അവൻ നമ്മുടെ മകനല്ലേ. അതിന്റെ ബാക്കിയായിട്ട് ഭാമ പറയുന്നുണ്ട് കേട്ടോ, പുറത്തിട്ട് അവരെ ഇങ്ങോട്ട് വിളിക്കാൻ വേണ്ടിയിട്ട്. ഇത് കേൾക്കുമ്പോൾ രവി പറയുന്നത്, എനിക്ക് എന്ത് തീരുമാനം എടുക്കണോ എന്നുള്ള കാര്യം അറിയില്ല രേവതി, നീ പറയുന്നത് എനിക്ക് മനസ്സിലാകും, പക്ഷെ എന്റെ മനസ്സൊരിക്കലും അതിനെ അനുകൂലിക്കില്ല. എന്നാ ഞാൻ അപമാനപ്പെട്ടത് എനിക്കതൊരിക്കലും മറക്കാൻ വേണ്ടി കഴിയില്ല. അവന്റെ ജീവിതം നോക്കിയിട്ട് അവൻ അവന്റെ പാട്ടിന് പോയില്ലേ, അവൻ പോയ വഴിക്ക് പോട്ടെ എന്ന് പറഞ്ഞിട്ട് രവി അവിടുന്ന് എണീറ്റിട്ട് പോവാണ് കേട്ടോ. അത് കഴിഞ്ഞ് സച്ചി പറയുന്നുണ്ട്, സൂപ്പർ അച്ഛാ, അച്ഛൻ കറക്റ്റ് ആയിട്ടാണ് സംസാരിച്ചത്, അച്ഛന്റെ തീരുമാനം ഒരിക്കലും മാറ്റരുത്. ഇത് കേൾക്കുമ്പോൾ രേവതി പറയുന്നുണ്ട്, എന്തിനാ സച്ചേട്ടാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഞാൻ പോയിട്ട് അച്ഛനടുത്ത് സംസാരിക്കട്ടെ എന്ന് പറയുമ്പോ, അച്ഛൻ പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ട് പോയില്ലേ, നീ ചെന്നിട്ട് എനിക്ക് ഭക്ഷണം എടുത്തു വെക്ക്, എനിക്ക് വിശക്കുന്നുണ്ട്, പോ എന്ന് പറഞ്ഞിട്ട് രേവതി അവിടുന്ന് പറഞ്ഞു വിടുകയാണേ. തുടർന്ന് സച്ചി ഭാമയും അതുപോലെ തന്നെ ചന്ദ്രമതിയും ഒരു നോട്ടം നോക്കിയിട്ട് അവിടുന്ന് പോവാണ്. തുടർന്ന് ഭാമയാണെങ്കിൽ ചന്ദ്രമതിയുടെ അടുത്ത് പറയുന്നത്, നീ പറഞ്ഞതുപോലെ ശ്രീകാന്തിനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന കാര്യം അങ്ങനെ നടക്കില്ല എന്നാ തോന്നുന്നത്. ഇങ്ങനെ തന്നെ പോയി കഴിഞ്ഞു കഴിഞ്ഞാല് ശ്രീകാന്ത് ആ വീട്ടിലെ പയ്യനായിട്ട് മാറും. ഇത് കേൾക്കുന്ന സമയത്ത് ചന്ദ്രമതി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ടെൻഷൻ അടിച്ച്. തുടർന്ന് കാണിക്കുന്നത് ശ്രീകാന്തും വർഷയും കൂടി റെസ്റ്റോറന്റിൽ ഇരുന്നിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുന്നുണ്ട്. ശ്രീകാന്തിന്റെ അടുത്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വർഷ പറയുമ്പോൾ, വേണ്ട എനിക്ക് വിശക്കുന്നില്ല എന്ന് പറയണേ. ഉച്ചയ്ക്ക് നീ മര്യാദയ്ക്കൊന്നും കഴിച്ചിട്ടില്ല, പിന്നെ എന്താ വിശക്കാത്തത്? പിന്നെ എന്തിനാ നമ്മൾ ഇങ്ങോട്ട് വന്നത് ഇന്ന്? അല്ല, നീ എന്തിനാ ഇപ്പൊ മൂഡ് ഓഫ് ആയിട്ട് ഇരിക്കുന്നത് ശ്രീകാന്ത്? ഭക്ഷണം കഴിക്കേ. ഞാന് സച്ചേട്ടനെ കുറിച്ചിട്ടാണ് ഓർക്കുന്നത്. സച്ചേട്ടന്റെ സംസാരം കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു തോന്നുന്നില്ല, നമുക്ക് ഒരിക്കലും വീട്ടിലേക്ക് പോകാൻ വേണ്ടി പറ്റുമെന്ന് തോന്നുന്നില്ല. നീ ഇപ്പോഴും അതേ ഐഡിയ തന്നെയാണോ നിൽക്കുന്നത്? നമ്മൾ താമസിക്കുന്ന ഇടമാണ് നമ്മുടെ ലൈഫ്. നിനക്ക് നിന്റെ അമ്മയും അച്ഛനെയും കാണണമെന്നുണ്ടെങ്കിൽ നീ പോയിട്ട് വാ, പക്ഷെ ലൈഫ് ലോങ് നമ്മൾ ആ വീട്ടിലിരിക്കണം എന്നുള്ള ഒരു ഐഡിയ നിന്റെ മനസ്സിലുണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്തേക്ക്. നീ എന്താ ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് ചോദിക്കുകയാണ് ശ്രീകാന്ത്. ഇത് കേൾക്കുമ്പോൾ വർഷയുടെ അടുത്ത്, നമ്മളൊരു തെറ്റും ചെയ്തിട്ടില്ല, എന്നാ നമ്മളെ ചുറ്റിനുള്ള എല്ലാവരും കൂടി ചേർന്നിട്ട് നമ്മളെന്തോ മർഡർ ചെയ്ത പോലെയാണ് സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും. ഐ കാൺ ടോളറേറ്റ് ദിസ് എനിമോ. നമ്മളെ വേണ്ട എന്ന് വിചാരിക്കുന്നവരാരും നമുക്ക് വേണ്ട. വർഷ എന്ന് കരുതിയിട്ട് എപ്പോഴും നമുക്ക് ഇങ്ങനെ തന്നെ നിൽക്കാൻ വേണ്ടി പറ്റുമോ?
നമുക്കെന്ന് വിചാരിച്ച് ഒരു ഫാമിലി വേണ്ടേ? എല്ലാവരും ഒന്നായിട്ട് വേണ്ടേ ഇരിക്കാൻ? അല്ലാതെ ആരും ജീവിക്കുന്നില്ലേ? വെസ്റ്റേൺ കൾച്ചറിലൊക്കെ അവര് മാരേജ് ആയി കഴിഞ്ഞാൽ എല്ലാവരും തനിയല്ലേ നിൽക്കുന്നത്? ആ കൺട്രിയൊക്കെ ഇപ്പൊ ഇല്ലാണ്ട് പോയോ? എനിക്ക് നല്ലതും ചീത്തതും എന്താണെന്നുണ്ടെങ്കിലും ഞാൻ എപ്പോഴും എന്റെ ഫാമിലിയോട് കൂടെ തന്നെയാണ് നിൽക്കുക എന്ന് കരുതിയിട്ട് ഫാമിലി വേണ്ടെന്നാണോ അർത്ഥം? എല്ലാവരും ചേർന്ന് നിൽക്കുന്നതിലാണ് ശരിക്കുള്ള സന്തോഷമുള്ളത്. അത് ശ്രീകാന്ത് വിചാരിക്കുന്നതുകൊണ്ടാണ്. ശ്രീകാന്ത് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു ക്ലാസ്സിൽ 50 പേര് നിന്റെ കൂടെ പഠിച്ചിട്ടുണ്ടാകും. ഇയർ ഫുള്ള് ജോളി ആയിട്ടിരിക്കും. സ്കൂള് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞു, അത്രേ ഉള്ളൂ. അത് പാർട്ട് ഓഫ് ലൈഫാണ് എന്ന് കരുതിയിട്ട് നിനക്ക് അവരുടെ കൂടെ എല്ലാവരുടെയും ഒരുമിച്ച് നിൽക്കണമെന്ന് വിചാരിച്ചിട്ട് സ്കൂൾ യൂണിഫോം ഇട്ടിട്ട് തിരികെ സ്കൂളിൽ പോകാൻ വേണ്ടി പറ്റുമോ? ഇതും അങ്ങനെ തന്നെയാണ്. നീ കുറച്ചു കാലം ഫാമിലിയുടെ കൂടെയായിരുന്നു, ആ ചാപ്റ്റർ കഴിഞ്ഞു. ഇനി നമ്മളാണ് ഒരുമിച്ച് നിൽക്കാൻ വേണ്ടി പോകുന്നത്. ഇത് കേൾക്കുമ്പോ ശ്രീകാന്ത് പറയുന്നുണ്ട്, വർഷ നിന്റെ പോയിന്റ് ഓഫ് വ്യൂ തെറ്റാണ്. നാളെ നമുക്കൊരു കുഞ്ഞുണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കുഞ്ഞിനെ ഫ്യൂച്ചറിൽ അങ്ങനെ തന്നെ നീ വിടുവോ? അങ്ങനെ ഉണ്ടാവോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. സപ്പോസ് ഇനി അങ്ങനെ നടന്നാലും 18 വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കുഞ്ഞിന്റെ ഡിസിഷൻ അല്ലേ എടുക്കുന്നത്. തനിയെ പോണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ബൈ പറഞ്ഞിട്ട് വിട്ടുകളയും. നിന്നെ പോലെ എനിക്ക് ചിന്തിക്കാൻ വേണ്ടി കഴിയില്ല വർഷ. എനിക്ക് എന്റെ ഫാമിലി വേണം. അവരുടെ കൂടെ വീട്ടിൽ ഒന്നായിരിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇത് കേൾക്കുമ്പോ വർഷ ചോദിക്കുന്നത്, നിന്റെ ഏട്ടൻ സച്ചിയുള്ള വീട്ടിൽ നിൽക്കാൻ വേണ്ടിട്ട് നിനക്ക് ആഗ്രഹമുണ്ടോ? എനിക്ക് അദ്ദേഹത്തെ കാണുന്നത് പോലും ഇഷ്ടമല്ല. ഇന്നസെന്റ് ഫെലോ. അത് എന്റെ ഏട്ടനാന്നുള്ള കാര്യം പറയുമ്പോ സോ വാട്ട്? നിന്നെ അത്രയും ഇൻസൾട്ട് ചെയ്ത് സംസാരിച്ചില്ലേ? സച്ചിയേട്ടൻ ദേഷ്യത്തിൽ എന്തോ സംസാരിച്ചതാണ്. ഓ, ദേഷ്യമാണെന്നുണ്ടെങ്കിൽ എങ്ങനെ വേണമെങ്കിൽ സംസാരിക്കോ? ഒരു കാര്യം ശ്രീകാന്ത് മനസ്സിലാക്കിക്കോ, നിന്റെ ഏട്ടനുള്ള വീട്ടിലേക്ക് ഞാൻ വരില്ല. നീ തന്നെ പറഞ്ഞല്ലോ അദ്ദേഹം ഒരു ആൽക്കഹോളിക് ആണെന്ന്. അങ്ങനെ ഒരാളുള്ള വീട്ടില് നമുക്ക് എങ്ങനെ സമാധാനമായിട്ട് നിൽക്കാൻ വേണ്ടി പറ്റും? സച്ചിയേട്ടൻ കുടിക്കും, പക്ഷെ അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്. ഇത് കേൾക്കുമ്പോ വർഷ പറയുന്നത്, നിനക്ക് എല്ലാവരും നല്ലവർ തന്നെയാണ് ശ്രീകാന്ത്. നിന്റെ വീട്ടിലേക്ക് വരാനുള്ള ഒരു തോട്ടെ എനിക്കില്ല. എനിക്ക് അച്ഛനും അമ്മയും എല്ലാരും വേണം വർഷ. അവരെ വേണമെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാ എന്നെ കല്യാണം കഴിച്ചത്? കല്യാണം കഴിഞ്ഞെന്ന് കരുതിയിട്ട് ആരും ഇല്ലാതെ ഒരു തനിയെ ഐലൻഡിൽ കഴിയണ പോലെ ജീവിക്കണോ? ആലോചിച്ച് സംസാരിക്കുക ശ്രുതി. നിനക്കാണ് ശ്രീകാന്ത് ആലോചിക്കാൻ അറിയാത്തത്. ഒരു വീട്ടിൽ നിന്നാൽ ആ വീട്ടിലുള്ള ആളുകളെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ജീവിക്കേണ്ടി വരും. നിന്റെ ഏട്ടനെ പോലത്തെ ഒരാളെ എങ്ങനെ സഹിക്കാൻ വേണ്ടി പറ്റും? അങ്ങനെ നിൽക്കേണ്ട കാര്യം എനിക്കില്ല. വീട്ടിലേക്ക് പോണം, അച്ഛനും അമ്മയും കാണണം എന്നൊക്കെ പറയുന്ന കാര്യം ഇതോടുകൂടി സ്റ്റോപ്പ് ചെയ്തോണം. ഇനിയും നിനക്ക് പോണോ എന്നുള്ള ചിന്തയാണെന്നുണ്ടെങ്കിൽ നീ തനിയെ പോകേണ്ടി വരും. അത് നിനക്ക് ഓക്കെ ആണെങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ വർഷ. പക്ഷെ ശ്രീകാന്ത് ആണെങ്കിൽ ആകെ ടെൻഷനായിട്ട് ഇരിക്കുന്നുണ്ട്. തുടർന്ന് കാണിക്കുന്നത് സുധിയാണ് കേട്ടോ. സുധി പാർക്കിലിരുന്ന് ഫോണിൽ ഇങ്ങനെ ഗെയിമൊക്കെ കളിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് സുധിയുടെ കൂടെ സ്ഥിരമായിട്ടിരിക്കുന്ന അദ്ദേഹം വരുന്നത്. ഫോണിൽ ഭയങ്കര സംസാരിച്ചുകൊണ്ടാണ് വരുന്നത്. അദ്ദേഹം പലിശയ്ക്ക് കൊടുത്തിരിക്കുന്ന ആരോ പലിശ തരാത്തതിന്റെ പേരിൽ നല്ല കണക്കിന് കൊടുക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ സംസാരം കേൾക്കുമ്പോൾ സുധി ഒന്ന് നെട്ടുന്നുണ്ടേ. കാരണം സുധിയും പൈസ കൊടുക്കാനുണ്ടല്ലോ. എന്താ ബ്രോ ഇത്രയും ദേഷ്യത്തിലിരിക്കുന്നേ? പലിശയ്ക്ക് പണം കൊടുക്കുന്നത് തന്നെ ഭയങ്കര ടോർച്ചറാണ്. ഇതെല്ലാം കളക്ട് ചെയ്യുന്നത് വലിയൊരു പണിയാണ്. ബ്രോന്റെ സംസാരം കേട്ടപ്പോ എന്നെ തെറി വിളിക്കുന്ന പോലെ തോന്നിയെന്ന് പറയുമ്പോ, ചേച്ചേ നിങ്ങൾ എന്തിനാ ഞാൻ അങ്ങനെ ചീത്ത വിളിക്കുന്നത്? നിങ്ങള് പലിശ തരേണ്ട സമയം ആയിട്ടില്ലല്ലോ. അപ്പൊ കാശ് തന്നിട്ടില്ലെങ്കിലാണ് ഞാൻ തെറി വിളിക്കുക. അത് കേൾക്കുമ്പോ സുധിക്ക് ചെറിയൊരു ടെൻഷൻ ആവുന്നുണ്ട് കേട്ടോ. അല്ല ബ്രോ ഇന്നെന്താ നേരത്തെ വന്നതെന്ന് സുധീന്റെ അടുത്ത് ചോദിക്കുന്ന സമയത്ത്, നിങ്ങളാണോ വന്നിട്ട് പാർക്ക് തുറന്നെന്നുള്ള കാര്യം കൂടി ചോദിക്കുമ്പോൾ അല്ല, വീട്ടിൽ നിന്ന് പെട്ടെന്ന് പോന്നു. അതിന് രാവിലെ വന്ന ഉടനെ തന്നെ നിങ്ങളുടെ മുഖം എന്തെങ്കിലും വാടിയിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല എന്ന് പറയണേ. രാവിലെ ജോലിക്കും കൂലിക്കും ഒക്കെ പോകുന്ന ആൾക്കാർക്കല്ലേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ സമയമില്ലാത്ത അവസ്ഥ വരുള്ളൂ. പക്ഷെ നിങ്ങൾ എന്താ ബ്രോ കഴിക്കാണ്ടിരുന്നത്? വീട്ടിൽ നിന്ന് ഭാര്യയാണെങ്കിൽ 100,000 കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനൊന്നും മറുപടി പറയാൻ പറ്റാത്തൊരവസ്ഥ ആയതുകൊണ്ട് ഞാൻ മീറ്റിംഗ് ക്ലയന്റിന് കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് നൈസായിട്ട് അവിടെ നിന്ന് മുങ്ങിയതാണ്. ഇപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ട്, ഭക്ഷണം കഴിക്കുക. എനിക്ക് വിശക്കുന്നൊന്നുമില്ല, പക്ഷെ ബ്രോയ്ക്ക് വേണ്ടിയിട്ട് കമ്പനി തരാം. അവർ രണ്ടുപേരും കൂടി ഭക്ഷണം കഴിക്കാണ് കേട്ടോ. അതേ പാർക്കിലേക്ക് തന്നെ നമ്മുടെ ശ്രുതി വരുന്നുണ്ട് കേട്ടോ. ശ്രുതിയാണെന്നുണ്ടെങ്കിൽ മീരയെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പുറത്ത്. ഇവരെ കാണുന്നൊന്നുമില്ല ഇപ്പോ. അങ്ങനെ മീര വരുന്ന സമയത്ത് നിനക്ക് അർജൻസി മനസ്സിലാവില്ലേ എന്റെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, അതുകൊണ്ടല്ലേ വന്നത്? നീ എന്താ ഇത്രയും ലേറ്റ് ആയി എന്നുള്ള കാര്യം മീരയുടെ അടുത്ത് ചോദിക്കുമ്പോൾ, നീ പെട്ടെന്ന് വിളിച്ചിട്ട് കാശ് വേണമെന്നുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എവിടെങ്കിലും പോയിട്ട് അറേഞ്ച് ചെയ്ത് മേടിക്കണ്ടേ? കിട്ടിയോ ഇല്ലയോ എന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുമ്പോൾ കാശ് എടുത്തിട്ട് കയ്യിലേക്ക് കൊടുക്കാണ് കേട്ടോ മീര. നിന്നെ അവൻ വീട്ടില് ഒറ്റ കൊടുക്കണ്ട എന്ന് കരുതിയിട്ടാണ് അവൻ നിന്നെ ബാങ്കായിട്ട് മാറ്റിയല്ലോടാ. സ്വന്തം ഭർത്താവ് പോലും ഇത്രയും അധികാരത്തോട് കൂടിയിട്ട് കാശ് ചോദിക്കില്ല. മാസം മാസം വിളിച്ചിട്ട് നിന്റെ അടുത്ത് നിന്ന് കാശ് അവൻ മേടിക്കുകയാണല്ലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എന്ത് ചെയ്യാനാടി? അവൻ ഫോൺ ചെയ്തിട്ട് വരട്ടാണ്. പൈസ കൊടുത്തിട്ടില്ലെങ്കിൽ അവൻ വീട്ടിലേക്ക് വരും. ശരി, പക്ഷെ ഇതിനൊരു എൻഡ് വേണ്ടേ? അവൻ ചോദിക്കുമ്പോഴൊക്കെ നീ കൊടുത്തോണ്ടിരുന്നു കഴിഞ്ഞാൽ നീ കൊടുക്കുന്നത് വരെ അവൻ ചോദിച്ചുകൊണ്ടേയിരിക്കും. എന്ത് ചെയ്യാനാ?
അവൻ എന്റെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാലും അവന് ഒരുപാട് നാളത്തേക്ക് ഇങ്ങനെ വിടാൻ വേണ്ടി പറ്റില്ല. എന്നെ ഭയങ്കരമായിട്ട് അവൻ ടോർച്ചർ ചെയ്യുന്നുണ്ട്. എല്ലാം കൂടി ചേർത്തിട്ട് അവന് കണക്കിന് കൊടുക്കണം. എന്ത് ചെയ്യാനാ നീ പോകുന്നതെന്നുള്ള കാര്യം മീര ചോദിക്കുമ്പോൾ സമയം വരട്ടെ, അപ്പോ എന്താ ചെയ്യേണ്ടെന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാം. എന്നെ കൊണ്ടും അവൻ ചോദിക്കുന്ന പണം എപ്പോഴും കൊടുക്കാൻ വേണ്ടി പറ്റില്ല. അതും ശരിയാണ്, ഇവന് കാശ് കൊടുക്കാൻ വേണ്ടിയിട്ട് നീ ജോലിക്ക് പോകുന്ന പോലെ ആവുമല്ലോ. എന്തെങ്കിലും നോക്കാം. അല്ല, അവൻ വന്നോ? അറിയില്ല, വാ ഉള്ളിൽ പോയി നോക്കാം എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി കയറുകയാണെ ഉള്ളിലേക്ക്. അവരുള്ളിലേക്ക് കയറുന്ന സമയത്തൊക്കെ നമ്മുടെ സുധിയും അതുപോലെ ഫ്രണ്ടും കൂടി ഇരുന്നിട്ട് ഭയങ്കര സംസാരവും അതുപോലെ ഭക്ഷണം കഴിപ്പൊക്കെയാണ്. അങ്ങനെ മീര കാണുന്നുണ്ട് കേട്ടോ നവീൻ അവിടെ നിൽക്കുന്നത്. ദാ അവനതാടെ അവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി അവന്റെ അരികിലേക്ക് ചെല്ലുകയാണ്. വാ കല്യാണി, നീ എപ്പ വരാന്ന് പറഞ്ഞതാ, എന്നിട്ടെന്താ ഇപ്പൊ വരുന്നത്? ഒരു പങ്ക്ച്വാലിറ്റി ഒന്നും ഇല്ലേ? ഇത് കേൾക്കുമ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട്, എന്തിനാടാ നീ എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നത്? മാസം മാസം നിനക്ക് പണം തരാൻ വേണ്ടിയിട്ട് എന്നെ കൊണ്ട് പറ്റില്ല. നീ കാരണമല്ലേ എന്റെ ജോലി പോയത്. അപ്പോ നീ എന്നെ നോക്കണ്ടേ കല്യാണി? എന്താ നിന്റെ കൈയും കാലും ഇളകില്ലേ ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് എന്ന് മീര ചോദിക്കുന്ന സമയത്ത് നവീൻ പറയുന്നുണ്ട്, ഈ ഡിസ്റ്റർബൻസിന് എന്തിനാ കൂട്ടിയിട്ട് വന്നത്? ആദ്യം പണം ഇതാ പണം എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ട് അവിടുന്ന് പോകുന്ന സമയത്ത് നവീൻ പറയുന്നുണ്ട്, നിക്ക് എണ്ണി നോക്കണല്ലോ. എണ്ണി നോക്കുന്ന സമയത്ത് കാശ് കുറവാണ് കേട്ടോ. എല്ലാ മാസവും ഇങ്ങനെ ചെയ്താൽ എങ്ങനെ ശരിയാവാ? മാസം മാസം കറക്റ്റ് ആയിട്ട് തരണ്ടേ? ഇത് കേൾക്കുമ്പോ മീര പറയുന്നത്, നീ എന്താ കൊടുത്ത കാശാണോ അവളുടെ അടുത്ത് ചോദിച്ചു മേടിക്കുന്നത്? നിനക്ക് ഒരു നാണവും ഇല്ലേ? ഒരു പെണ്ണിന്റെ അടുത്ത് ഭിക്ഷ എടുക്കുന്നത് പോലെ നടക്കാൻ? തരുന്നത് മേടിച്ചിട്ട് പോടാ. തുടർന്ന് ശ്രുതി പറയുന്നുണ്ട്, ഇതിൽ കൂടുതൽ എന്നെ ടോർച്ചർ ചെയ്യരുത്. ഇനി എനിക്ക് പണം തരാൻ വേണ്ടി പറ്റില്ല. അയ്യോ, അത് തെറ്റാണ്. ആ തീരുമാനം നീ എടുക്കരുത് കല്യാണി. ഞാൻ ചോദിക്കുന്നത് വരെ നീ തന്നുകൊണ്ടേയിരിക്കണം. പിന്നെ ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ എടുക്കാതെ നിൽക്കരുത്. അന്ന് വീട്ടിലേക്ക് ഞാൻ കൊറിയർക്കാരന്റെ വേഷത്തിൽ വന്നില്ലേ, അതുപോലെ വേറെ വേഷത്തിൽ വന്ന് നിൽക്കും. നീ എന്താ കമലഹാസനാണോ 10 അവതാരത്തിൽ വന്ന് നിൽക്കാൻ? ഇതോട് കൂടിയിട്ട് നീ ഈ പരിപാടി നിർത്തിക്കോണം, അല്ലെങ്കിൽ നീ നന്നായിട്ട് അനുഭവിക്കുന്നൊക്കെ പറയാണ് കേട്ടോ മീര. കല്യാണി, ഇനിയും പണം തരാൻ വേണ്ടി വരുന്ന സമയത്ത് ഇതിനെ പോലത്തെ ഐറ്റംസിനൊന്ന് കൂട്ടി വരരുത്. തുടർന്ന് ശ്രുതി പറയുന്നുണ്ട്, നിനക്കിങ്ങനെ തന്നോണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എന്റെ കയ്യിലും പണമില്ല. ഇപ്പോ പാർലറും എന്റെ കൈ വിട്ടു പോയി. അത് ഫ്രാഞ്ചൈസിക്ക് കൊടുത്തിട്ട് അവിടെ ഞാൻ വേറൊരു സ്റ്റാഫായിട്ടാണുള്ളത്. ഓൾറെഡി ഞാൻ തന്നെ 1000 പ്രോബ്ലങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്. എന്നെ സമാധാനത്തോടു കൂടി ജീവിക്കാൻ വേണ്ടി അനുവദിക്കില്ലേ? നിന്റെ സമാധാനമായുള്ള ജീവിതത്തിന് വേണ്ടിയിട്ടാണ് ഈ പണം കല്യാണി. മുമ്പ് ഞാൻ പണം മാത്രമല്ല നിന്നെയും കൂടി ചോദിച്ചു. എന്നാ ഇപ്പൊ എനിക്ക് നിന്നെ ആവശ്യമില്ല, പണം മാത്രം മതി. അടുത്ത മാസം മീറ്റ് ചെയ്യാം, പോട്ടെ കല്യാണി എന്ന് പറഞ്ഞിട്ട് പോണേ. ഒന്ന് പോടാ അവിടെ നിന്ന് പറഞ്ഞിട്ട് മീര കലിപ്പിലാണ് കേട്ടോ. ഇവൻ കുറച്ച് ഓവറാണ്. ഇവന്റെ കാര്യത്തിലൊരു തീരുമാനം ആക്കിയേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് വാടി എന്ന് പറഞ്ഞ് ശ്രുതിയും കൂട്ടിയിട്ട് മീര അവിടെ നിന്ന് പോവാണേ. അങ്ങനെ അവർ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രുതി ഇങ്ങനെ മുന്നിൽ പോവാണേ, പുറകിലാണ് മീര. അപ്പൊ മീര കാണുന്നുണ്ട് കേട്ടോ ശ്രുതിയും അതുപോലെ വേറെ ആളും കൂടി അവിടെ നിന്ന് സംസാരിക്കുന്നത്. ശ്രുതി അവിടെ ഇരിക്കുന്നത് സുധീനെ പോലെ ഉണ്ടല്ലോ എന്നുള്ള കാര്യം പറയുമ്പോ, സുധി എങ്ങനെ ഇവിടെ വരാനാ? അവൻ ഷോറൂമിൽ പോയിട്ടുണ്ടെന്ന് പറയണേ. നീ അങ്ങോട്ട് നോക്ക്, അവിടെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുന്നത് കണ്ടില്ലേ? അതെ, ഇവിടെ എന്ത് ചെയ്യാണ്? അങ്ങനെ അവർ ഭക്ഷണം കഴിക്കുന്നതിന്റെ ഇടയ്ക്ക് സുധിയുടെ കൂടെയുള്ള ഫ്രണ്ട് ഉണ്ടല്ലോ, ഇവർ രണ്ടുപേരും അവിടെ നിൽക്കുന്നത് കാണാണ്. എന്നിട്ട് ഇവരെയാണല്ലോ ശ്രദ്ധിച്ച് നിൽക്കുന്നത്. ഇന്ന് ലക്കിയാണ് ബ്രോ നമുക്ക്. ഇവിടെ സാധാരണയായിട്ട് ആൺകുട്ടികൾ മാത്രമാണല്ലോ വരാറ്. എന്നാ അഴകായിട്ട് 2 പെണ്ണുങ്ങള് നമ്മളെ നോക്കി അവിടെ നിപ്പുണ്ട്. നമുക്ക് സംസാരിച്ചിട്ട് എന്റർടൈൻമെന്റ് ചെയ്യാന്ന് പറയുമ്പോ, ആണോ അങ്ങനെയാണോ വരുന്നുണ്ടോടാ? അപ്പോഴേക്കും സുധി മുടിയൊക്കെ ഒന്ന് ശരിയാക്കുന്നൊക്കെ ഉണ്ട്. ഈ സംസാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് സുധി നോക്കുന്നത് ആരാണെന്നുള്ള കാര്യം. അപ്പോഴാട്ടോ ശ്രുതിയെ കാണുന്നത്. അതിന്റെ ഇടയ്ക്ക് കൂടെയുള്ള ആള് സുധിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ആ 2 പെണ്ണുങ്ങളില് ആരാ നിനക്ക് ഓക്കെ? ആ റെഡ് ഷോൾ ഓക്കെ ആണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ, ഒന്ന് പോടെ അത് എന്റെ ഭാര്യയാണെന്ന് പറഞ്ഞിട്ട് ചാടിപ്പടിച്ച് അങ്ങോട്ട് പോവാണ്. അങ്ങനെ ശ്രുതിയുടെ അരികിലേക്ക് സുധി ചെല്ലുകയാണ് കേട്ടോ. എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പെറുക്കുമ്പോ, എന്താ റൈംസ് എന്തെങ്കിലും പാടുകയാണെന്നുള്ള കാര്യം ചോദിക്കാൻ കേട്ടോ മീര. അല്ല ശ്രുതി, നീ എന്താ ഇവിടെ? സുധി എന്താ ഇവിടെ? അത് നീ കണ്ടില്ലേ നന്നായിട്ട് ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതെന്ന് മീര പറയുമ്പോ, അപ്പോഴേക്കും ശ്രുതി അത് ശ്രുതി എന്നൊക്കെ പറയുന്നുണ്ട്. തുടർന്ന് ശ്രുതി ചോദിക്കുന്നത്, എന്താ സുധി ഇത് ഷോറൂമിൽ പോവാന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത്? ആരാണ് അവര് ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത്? അങ്ങനെ സുധി ആകെ പെട്ട അവസ്ഥയിൽ നിൽക്കുകയാണ് കേട്ടോ. എന്തായാലും സുധിയുടെ കള്ളത്തരങ്ങൾ അധിക കാലം മുന്നോട്ട് പോകുന്നു തോന്നില്ല. സുധിയുടെ കള്ളത്തരങ്ങൾ പിടിക്കോ ഇല്ലയോ എന്നുള്ള വിശേഷങ്ങളൊക്കെ നമ്മുടെ നാളത്തെ എപ്പിസോഡിന് കേൾക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇതിന്റെ ബാക്കി വിശേഷം കേൾക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിന് കമന്റ് ചെയ്യണേ. താങ്ക്